കാട്ടുപുത്രൻ. കണ്ണിനൊരു വേദന, കാഴ്ച കുറയുന്നുണ്ടോ എന്നും സംശയമുണ്ട്. വൈദ്യരെ കണ്ടു, പക്ഷേ മരുന്നൊന്നും തന്നില്ല. കൂടുന്നുണ്ടെങ്കിൽ തരാമെന്ന് പറഞ്ഞു. കാഴ്ച കൂടുന്നുണ്ടെങ്കിൽ പിന്നെന്തിനാ മരുന്ന്? കാഴ്ചയല്ല, ഈ പ്രശ്നം കൂടുന്നുണ്ടെങ്കിൽ തരാമെന്ന്. പക്ഷേ എനിക്കൊരു സമാധാനം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ കാട്ടുമുത്തപ്പനെ വിളിച്ചു. മുത്തപ്പൻ മരുന്ന് തന്നോ? ഇല്ലെന്നേ, മുത്തപ്പനും ഉരുണ്ട് കളിക്കുകയാ. കളി കഴിഞ്ഞിട്ട് തരുമായിരിക്കും. എടോ, ഉരുണ്ടു കളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ശൈലിയാ. അങ്ങുമിങ്ങും തൊടാതെ ഉഴപ്പുകയാണെന്നാ അർത്ഥം. ശരിയോ? മുത്തപ്പൻ പ്രത്യക്ഷപ്പെടുന്ന നേരത്ത് അങ്ങുമിങ്ങും തൊടാതെ എയറിലാ നിൽക്കാറ്. ഷോ, തന്നോടൊന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മുത്തപ്പൻ വന്നപ്പോൾ വെളിച്ചം കുറവായിരുന്നു. അതിൻ്റെ പ്രശ്നവും കാണും. എപ്പോഴാ മുത്തപ്പൻ വന്നത്? ഉച്ചയ്ക്ക് മുൻപാ. എന്നിട്ടും വെളിച്ചം കുറവോ? എവിടെയിരുന്നാ കാട്ടുമുത്തപ്പനെ വിളിച്ചത്? ഗുഹയിൽ. ഹഹാ, അപ്പോ അതാണ് പ്രശ്നം. മുത്തപ്പൻ ഇപ്പോൾ പഴയതുപോലെ ശക്തിയൊന്നുമില്ല. എന്തോ അസുഖമാ. വൈദ്യരും സഹായിക്കാനില്ല, മുത്തപ്പനും ഇല്ല. എല്ലാം എൻ്റെ വിധി. വെളിച്ചം കുറയുന്ന പ്രശ്നം ഞങ്ങൾ തീർത്തു തരാം. അതോടെ കാഴ്ച ഓക്കെ ആവും. ചേട്ടൻ്റെ ഗുഹയിൽ കുറച്ച് പണിയുണ്ട്. അതിന് സമ്മതമാണോ? എന്ത് വേണമെങ്കിലും ചെയ്തോ. എങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞ് ഗുഹയിലേക്ക് വാ. കാഴ്ച കുറഞ്ഞെന്ന് അങ്ങേരുടെ തോന്നലാ. ഗുഹയിൽ വെളിച്ചം കുറവായതാ കാരണം. ഹഹഹാ. ഗുഹയിൽ 2 തുളയിട്ടാൽ ആവശ്യത്തിന് വെളിച്ചം കിട്ടും, കാഴ്ചയും കൂടും. പിന്നെ ഉരുണ്ടു കളിക്കണ്ട അല്ലേ? ചേട്ടാ വാ, പണി തീർന്നു. ഇനി ആവശ്യത്തിന് വെളിച്ചം കിട്ടും. എന്തിനാ ഗുഹ തുളച്ചത്? വെളിച്ചം കുറവാണെന്നല്ലേ പറഞ്ഞത്? തുള വഴി വെളിച്ചം. എടോ, വെളിച്ചപ്രശ്നം ഗുഹയ്ക്കല്ലടോ, കാട്ടുമുത്തപ്പനാ. എന്ത് അസുഖം കാരണം മുത്തപ്പന്റെ തലയ്ക്ക് പിന്നിലെ വെളിച്ചം മങ്ങിയ കാര്യമാ ഞാൻ പറഞ്ഞത്.